Any problem? ഉച്ചയ്ക്ക് ഞാൻ തമാശ പറഞ്ഞാണ് കേട്ടോ. കുട്ടിയുടെ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടമായി. ചേച്ചി 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 കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആര്? ആരോ യാരോ ഒരാൾ. കളിയല്ല കേട്ടോ ചേച്ചി, പെണ്ണ് കാണാൻ ഒരാള്. കുട്ടി ഒന്ന് പെട്ടെന്ന് ഡ്രസ് ചെയ്ത് വരൂ. എന്താ ചെറിയമ്മേ? കാര്യമുണ്ട്, അവർക്ക് കാപ്പി കൊണ്ടു കൊടുക്കണം. വേഗം വേഗം. അയാളാ? MA പാസ്സായിട്ട് നിൽക്കുകയാണ്. LLBക്ക് ചേരാൻ പറഞ്ഞിട്ട് അവനതിൽ താല്പര്യമില്ല. ഇന്നത്തെ കാലത്ത് എന്ത് പഠിപ്പ് പഠിച്ചിട്ടും കാര്യമില്ല, ജോലി കിട്ടണ്ടേ? ഇവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ അച്ഛൻ എന്നെ BL ചേർക്കാൻ നോക്കി. എന്നിട്ട് അതിന് നിൽക്കാതെ ഞാൻ പോയി പട്ടാളത്തിൽ ചേർന്നു. അതുകൊണ്ട് എന്തുണ്ടായി? ലോകം കണ്ടു, വാർഫീൽഡും കണ്ടു. ആണുങ്ങളായാൽ കുറെയൊക്കെ ലോകപരിചയം വേണം, അതാണ് അത്യാവശ്യം. ഇവളുടെ അമ്മയുടെ പേർക്കുള്ളത് മുഴുവൻ ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് വീതിക്കണമെന്ന ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇളയവളുടെ കാര്യത്തിൽ എനിക്ക് അത്ര വേവലാതിയൊന്നുമില്ല. അവക്ക് ഞാനില്ലെങ്കിലും അമ്മയുണ്ടല്ലോ. നിനക്ക് തമാശ? പിന്നെ ഞാൻ എന്താ വേണ്ടത്? നെഞ്ചു തട്ടി നിലവിളിക്കണോ? വേണ്ട, ചിരിച്ചോണ്ട് ഇവിടെ ഇരുന്നു. അളിയന്റെ കാര്യത്തിൽ താലി കിട്ടി ഞാൻ കൊണ്ടുപോകും. പോവും പോവും, അയാളെ ഞാൻ കൊല്ലും. ആ പ്രഭ എവിടെ നിൽക്കുകയാണോ? അവരൊക്കെ ഇറങ്ങാൻ തുടങ്ങുന്നു. ഞാൻ എന്താ വേണ്ടത്? ഇറങ്ങണ്ടെന്ന് പറയണോ? എന്തോ അപ്പുറത്ത് അന്വേഷിക്കുന്നത് കേട്ടു, അതാ പറഞ്ഞത്. കുവൈത്തിൽ മാനമായ ജോലിയുള്ള ആളാണെന്ന് പറഞ്ഞാൽ അതിന്റെ വില നീ മനസ്സിലാക്കണം. ഇത് നടന്നാൽ അതുകൊണ്ട് നിനക്കും മെച്ചമുണ്ട്. ഒന്നുമില്ലെങ്കിലും പിന്നെ ആ കോശി വക്കീലിന്റെ പുറകെ നടക്കണ്ടല്ലോ. ഓ, രണ്ടു മക്കളുടെയും ഭാരം കൂടി ഒറ്റയടിക്കങ്ങ് ഒഴിവാക്കാമല്ലോ, അല്ലേ? എന്താ പ്രഭ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ കുട്ടിക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു ബന്ധം കിട്ടുമ്പം ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ഓഹോ, ഇതാണോ അവൾക്ക് കിട്ടാന്നതിൽ വെച്ച് മെച്ചപ്പെട്ട ബന്ധം? ആ എന്തായിപ്പോ അതിലൊരു ദൂഷ്യം? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലേ അതിശയുള്ളൂ. ബന്ധം അവൾക്ക് പറ്റിയതാണോ അല്ലയോ എന്നൊക്കെ തിരക്കിയിട്ട് തന്നെയാണ് ഞാൻ ആ പയ്യനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അല്പം സൗന്ദര്യം കുറവായിരിക്കുന്നു, പക്ഷേ എന്റെ അറിവും ലോകപരിചയം വെച്ച് നോക്കുമ്പോ ഇതെന്റെ മോൾക്ക് പറ്റിയ ബന്ധം തന്നെയാണ്. അച്ഛനാ മനുഷ്യനെ ഇഷ്ടപ്പെട്ടിരിക്കാം. ഇഷ്ടപ്പെട്ടിരിക്കാമെന്നല്ല, ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടുള്ളൂ, പക്ഷെ എന്റെ അനിയത്തെ അയാൾ വിവാഹം ചെയ്യില്ല. പോടാ, പയ്യന് സമ്മതമാണെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തും. നടക്കില്ല അച്ഛാ, ഞാനുള്ളപ്പോ നടക്കില്ല. ഗുരുവായൂരപ്പ, കുട്ടികളുടെ ധിക്കാരം.
പ്രഭേട്ട, എല്ലാം ശാലിനി പറഞ്ഞു. പ്രഭേട്ടനുള്ളതാണ് അവൾക്കൊരേ ഒരു ആശ്വാസം. അച്ഛന് ഭ്രാന്താണ്. ഇന്നിപ്പോ പയ്യന്റെ വീട്ടിൽ പോയിരിക്കുക വീട് കാണാൻ. എന്തിനാണാവോ വീട് കാണുന്നത്? കുവൈറ്റിലെ ശമ്പളം കാണുന്നുണ്ടല്ലോ. പ്രഭേട്ടൻ അച്ഛനോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കണം. ഇനി എന്ത് സംസാരിക്കാൻ? ശാലിനിക്ക് വിവാഹം ഇഷ്ടമല്ലെന്ന് അച്ഛനറിയാം. പിന്നെ അതിനെ നടത്തണമെന്ന് വാശി പിടിച്ചാൽ? പക്ഷെ ഞാനേ നടത്തില്ല. എനിക്ക് ജോലിയും വരുമാനവും ഒന്നും ഇല്ലായിരിക്കും. എന്റെ അനിയത്തിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തനെ കൊണ്ട് അവളുടെ അടുത്ത് ഞാൻ താലിയിട്ടിക്കില്ല. അതുറപ്പാ. അമ്മൂനറിയില്ല അച്ഛന്റെ സ്വഭാവം. എന്തെങ്കിലും നിശ്ചയിച്ച അത് നടത്തിയിട്ട് അടങ്ങുന്ന വാശിക്കാരന്. ദേഷ്യം വന്ന ഞാൻ എന്തിനാ പറയണ്ടിരിക്കണേ? പിന്നെ മൃഗം തന്നെയാണ്. ഏതായാലും പ്രഭേട്ടനില്ലേ കുട്ടി? ഏട്ടൻ പറഞ്ഞാൽ അവിടെ ആർക്കും ഒരു വിലയുമില്ല. ചെറിയ ഉപദേശിച്ച് അച്ഛനിപ്പോ ഏട്ടനെ തീരെ കണ്ടുകൂടാന്നായിട്ടുമുണ്ട്. നിങ്ങൾ രണ്ടുപേരും എവിടെയായിരുന്നു? വരൂ. ഞാനില്ല കുട്ടി. പറ്റില്ല, ഇത് നല്ല കഥ. ഇന്ന് ഫൈനലുകാർ ഗോപി ധരിക്കേണ്ട ദിവസാ. അമ്മ ചെല്ലും. എനിക്കെന്തോ തീരെ സുഖമില്ല. സുഖമില്ല, അമ്മ കൂട്ടിക്കൊണ്ടുവരൂ. സാരമില്ല, ഒക്കെ പ്രഭേട്ടൻ നോക്കിക്കോളും. വരൂ. ശാന്തേ, ഇതാ അവര് വന്നു. വേഗം വരൂ. വരൂ. ഞാൻ ഇതുവരെ കാത്തിരിക്കുകയായിരുന്നു. വന്നാട്ടെ. നമസ്കാരം. നമസ്കാരം. വന്നാട്ടെ. ഇരിക്കൂ. എല്ലാവരും കണ്ടെങ്കിലും ഞാൻ ഇതേവരെ കുട്ടിയെ ഒന്ന് കണ്ടില്ലല്ലോ. അല്ല, അവൻ ഇഷ്ടമായ സ്ഥിതിക്ക് വേറെ ആരും കണ്ടില്ലെങ്കിലും വിരോധമില്ല. കോളേജിൽ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് വന്ന ഒന്ന് കണ്ടു പോകാലോ എന്ന് കരുതിയ അതിരാവിലെ ഇങ്ങി പുറപ്പെട്ടത്. ശാലിനി, എന്താ കുട്ടി ഇത്? വിളിച്ചാ വിളി കേട്ടൂടെ? ആവശ്യമുള്ളപ്പം മുഖം ഏൽപ്പിച്ചോണ്ടിരിക്കണം. വരൂന്നേ. വരൂ. കോളേജിൽ പോകാൻ തുടങ്ങുകയായിരുന്നു അല്ലേ? ഏതായാലും അടുത്ത കൊല്ലം പഠിക്കണ്ട. അല്ലെങ്കിൽ തന്നെ പെണ്ണുങ്ങൾ പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? കല്യാണം കഴിയുന്നവരെയുള്ള ഒരു എൻഗേജ്മെന്റ് സാധിച്ച ഒരു ഡിഗ്രി എടുത്തു വെക്കുക, അത്രേ ഉദ്ദേശമുള്ളൂ. ഈ ഡിഗ്രി എടുത്തിട്ട് എന്ത് ചെയ്യാനാ? അതും ശരിയാ. പോരെങ്കിൽ അവനൊരു ഡിഗ്രി ഇല്ല എന്നുള്ള കുറവ് കൂടാതെ കഴിക്കുകയും ചെയ്യാം. അമ്മായിച്ചൻ വന്നിട്ടുണ്ടല്ലോ. നീ ചിരിച്ചോണ്ടിരുന്നുള്ളൂ. അയാൾ തീയതി ഉറപ്പിക്കാൻ വന്നതാ. ഉറപ്പിക്കട്ടല്ലേ? വേണ്ട. നീ ധൈര്യമായിരിക്കും. ഇത് നടക്കില്ല. ശാലിനിയുടെ ഫ്രണ്ട്സാ, അവരൊരു സെറ്റാണ്. എന്നാൽ ഈ വെക്കേഷനിൽ തന്നെ അങ്ങ് നടത്താം. എന്താ? പിന്നെന്താ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പേ നടത്തിയ അവൻ അത്രയും സൗകര്യം. എന്നാലും ഇത് നടക്കാതിരുന്നാൽ എന്റെ അനിയത്തിക്ക് അത്രയും സമാധാനം. ഈ വിവാഹം നടക്കില്ല സർ. എന്റെ അനിയത്തിക്ക് നിങ്ങളുടെ മോനെ ഇഷ്ടമായിട്ടില്ല. അങ്ങയുടെ മോനിപ്പോ എത്ര വയസ്സായിട്ടുണ്ടാവും? ഒരു 35-36. അതിന് നേർപകുതി പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുമെന്ന് അദ്ദേഹം നിർബന്ധമൊന്നുമില്ലല്ലോ. പ്രഭേ, അച്ഛൻ തീയതി നിശ്ചയിച്ചോളൂ. പക്ഷെ അതിന് മുൻപായി അവൾ സ്ഥലം വിട്ടിരിക്കും. പ്രഭ, അത് പോവും. ഞാൻ പോകാം. എടാ പോകാൻ. മോന് കല്യാണം നടക്കണമെങ്കിലേ നിങ്ങൾ ഒരു പെണ്ണ് നോക്കൂ. അതാ നല്ലത്. ഓരോരോ ദുശൗനങ്ങള്. ഒരു ദുശ്ശകനുമില്ല. ഏതായാലും ഇന്നിന് നമ്മൾ തീയതി ഒന്നും നോക്കാൻ നിൽക്കണ്ട. അതാ നല്ലത്.
അടുത്ത ദിവസം ജ്യോത്സ്യനുമായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, അതെന്നാ വരേണ്ടതെന്ന് ഇങ്ങോട്ട് എഴുതി അറിയിക്കാം. അന്ന് വന്നാൽ മതി. ശരി, താനെന്താ ഒന്ന് നോക്കുമ്പോണ്ടാ നിൽക്കുന്നേ? അതെ അതെ, അതാ നല്ലത്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, കാപ്പി വേണ്ട, കുടിച്ചിട്ട് കുട്ടിയെ ഒന്ന് കണ്ടുവല്ലോ, അത് മതി. പ്രഭേ, 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 പ്രഭേ. നീ ഞാൻ കൊണ്ടുവന്ന കല്യാണം മുടക്കുമല്ലടാ? മുടക്കും. നീ എനിക്ക് എതിരെ നിൽക്കുമല്ലേ? വേണ്ടി വന്നാൽ കോളേജിൽ പോടി. എന്റെ പ്രവേട്ട, പ്രവേട്ട, കുട്ടി പേടിക്കണ്ട. എനിക്കിഷ്ടമില്ലാത്തൊരു വിവാഹം ഉണ്ടായില്ല. വേണ്ട പ്രവേട്ട, ഞാൻ ആരെ വേണമെങ്കിലും കെട്ടിക്കൊള്ളാം. കുട്ടി പൊയ്ക്കോളൂ, കോളേജിൽ ലേറ്റ് ആകണ്ട. ഞാൻ പോയില്ല, ഞാൻ പോയില്ല. കോളേജിൽ പോവാൻ ഞാൻ നിശ്ചയിച്ച ദിവസം തന്നെ ഞാൻ ഇവളുടെ വിവാഹം നടത്തും. ഏതെങ്കിലും ഒരുത്തനെ കണ്ടുപിടിച്ച് ഞാനത് ചെയ്യും. വാശി നിനക്ക് മാത്രമല്ല. ശാലിനി, കുട്ടിക്ക് എന്താ സുഖമില്ലേ? ഒന്നുമില്ല. എന്താ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ വരായിരുന്നത്? കുട്ടിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. ഒന്നുമില്ല. അത് കള്ളം. എന്നും കാണുന്ന ശാലിനിയല്ലല്ലോ ഇന്ന് കാണുന്നത്. അത് കുട്ടിക്ക് വെറുതെ തോന്നുന്നതാ. ഇന്നലെ രാത്രി ലേശം ഉറക്കളച്ചിരുന്ന് വായിച്ചു, അതുകൊണ്ടേ. എന്തേ ക്ലാസ്സിൽ വന്നില്ല? ശാലിനി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ക്ലാസ് എടുക്കാൻ ഒരു രസവുമില്ലായിരുന്നു. കുസൃതി കാണിക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ ഒരു ത്രില്ലുമില്ല. കുട്ടിക്ക് എന്താ സുഖമില്ലേ?
പ്രഭേഷനെ എവിടെ ചെറിയമ്മ? ആര് കണ്ടു? ഉച്ചയ്ക്ക് ഉണ്ണാൻ വിളിച്ചു, വേണ്ടെന്ന് പറഞ്ഞു പോയി കിടക്കുന്ന കണ്ടു. വേണ്ടെങ്കി വേണ്ട, സ്വന്തം തോന്നിവാസത്തിന് ബാക്കിയുള്ളത് എന്ത് പഴച്ചു? ദാ കുടിക്ക. പ്രഭേട്ട, പ്രഭേട്ട, പ്രഭേട്ട. പ്രഭേട്ടൻ പോയി. ആ വിവാഹം മുടങ്ങി. അതുതന്നെയായിരുന്നു പ്രഭേട്ടന്റെ ഉദ്ദേശവും എന്ന് തോന്നിപ്പോകുന്നു. ഒന്നിനെക്കുറിച്ചും പ്രഭേട്ടൻ ഓർക്കുകയില്ല. ശാലിനിയെ രക്ഷിക്കുക, അത്രേ ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. അതിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം അവൾക്കൊരിക്കലും പഴയ ശാലിനിയാകാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ കളിയും ചിരിയും അതോടെ അവസാനിച്ചു. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഉത്സാഹത്തിന്റെ അവസാനത്തെ തുള്ളിയും പറ്റിയതുപോലെ വഴിവക്കിലെ മാവുകളിലെറിഞ്ഞും വഴിയിൽ കണ്ടവരെയൊക്കെ കമന്റടിച്ചും പോന്നിരുന്ന ഞങ്ങളുടെ സായാഹ്നങ്ങൾക്ക് മേൽ പ്രഭേട്ടന്റെ മരണം ദുഃഖത്തിന്റെ കനത്ത ഒരാവരണം വിട്ടു. പിന്നീട് ഒരിക്കലും ശാലിനി കോർട്ടിൽ ഇറങ്ങിയിട്ടേയില്ല, എത്ര നിർബന്ധിച്ചിട്ടും. അച്ഛന്മാര് മക്കളെ തല്ലും, അതിനിങ്ങനെ കടുങ്കൈ കാണിക്കാണോ വേണ്ടത്? എനിക്ക് വിഷമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഭ്രാന്തന്മാര് മക്കളായിട്ടുള്ളതാ ദുരിതം. ഇല്ലെങ്കില്ല, അത്രല്ലേ ഉള്ളൂ. എനിക്കിപ്പോ വന്ന് ഈ മരണം അന്വേഷിച്ച് ആരെങ്കിലും വരുന്നത് തന്നെ ഈർഷ്യാണ്. അല്ല, നിങ്ങൾ വന്നതിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ചിലരുണ്ട്, ചില ബന്ധുക്കൾ, അവരുടെ ഭാവവും മറ്റും ഒക്കെ കണ്ട ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ്. അവരങ്ങനെ വിചാരിച്ചാൽ എനിക്ക് പുല്ല. ശാലിനി, ഒന്നങ്ങോട്ട് വരൂ, സ്റ്റാഫ് റൂമിലേക്ക്. അനുശോചനം അറിയിക്കുന്നത് അർത്ഥമില്ലാത്ത ഏർപ്പാടാണെന്നറിയാം. എങ്കിലും കണ്ടോളൻസ്. ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. എങ്കിലും എത്രയോ കാലത്തെ അടുപ്പവും പരിചയവുമുള്ള ആരോ ഒരാൾ പെട്ടെന്ന് പോയതുപോലെ. കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സംഭവം പഠിത്തത്തിന് ഒട്ടും ബാധിക്കരുത്. പരീക്ഷയാണ് അടുത്തു വരുന്നത്. എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എന്റെ ഏട്ടനായിരുന്നു. ധൈര്യം തരാൻ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കരുത്. എന്റെ അമ്മ മരിച്ചത്
എന്റെ MSc ഫൈനൽ ഇയർ എക്സാമിന്റെ തൊട്ടു മുമ്പാണ്. ശാലിനിയെ പോലെ എനിക്കും ആകെ ഉണ്ടായിരുന്ന എന്റെ അമ്മ മാത്രമായിരുന്നു. അച്ഛൻ എന്റെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചുപോയതാണ്. അമ്മയുടെ മരണം എന്നെ വല്ലാതെ വിളിച്ചു കളഞ്ഞു. എന്നിട്ടും എങ്ങനെയോ ആ ക്രൈസിസ് താൻ കടന്നു കയറി. പരീക്ഷ കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റിൽ സെക്കൻഡ് റാങ്കും വാങ്ങി. ഒരു ഷോക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി മറ്റെന്തെങ്കിലും മുന്നിൽ മനസ്സൂന്നുകയായിരിക്കും. ശാലിനിക്ക് അത് ശ്രമിച്ചൂടെ? ഞാൻ ശ്രമിക്കാം. എങ്കിൽ ശാലിനി പൊയ്ക്കോളൂ. എന്റെ അമ്മ മരിച്ചത് എന്റെ MSc ഫൈനൽ ഇയർ എക്സാമിന്റെ തൊട്ടു മുമ്പാണ്. ശാലിനിയെ പോലെ എനിക്കും ആകെ ഉണ്ടായിരുന്ന എന്റെ അമ്മ മാത്രമായിരുന്നു. ഒരു ഷോക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി മറ്റെന്തെങ്കിലും മുന്നിൽ മനസ്സൂന്നുകയായിരിക്കും. ശാലിനിക്ക് അത് ശ്രമിച്ചൂടെ? ഞാൻ ശ്രമിക്കാം. ശാലിനി, ഈ വേഷത്തിൽ ശാലിനിയെ കാണാൻ ഒരു ഭംഗിയില്ല. ആ തൊപ്പിന്റെ ഒന്ന് എടുത്തൂടെ പ്ലീസ്? മുടിയാണ് കുട്ടിയുടെ ഭംഗി. ഈ തൊപ്പി എടുപ്പിക്കാനാണോ ഇവിടെ കാത്തുന്നത്? അല്ല, എന്താണ്? ഈ പുസ്തകത്തിൽ ഒരു കഷ്ണം പേപ്പർ ഉണ്ട്, അത് കുട്ടിക്കുള്ളതാ. എനിക്കുള്ളതോ? എവിടെ? വായിച്ചിട്ട് നാളെ എപ്പോഴെന്നാ മതി. നിക്കൂ. I'm sorry. ശാലിനി, ഞാൻ വിചാരിച്ചത് കുട്ടിക്ക് എന്നെ അറിയാനിട്ടാണ്. റോയി എനിക്കിഷ്ടം. പക്ഷേ അപ്പോഴെന്തോ അങ്ങനെ പറയാനാ എനിക്ക് തോന്നിയത്. ഇപ്പൊ തോന്നുന്നു അങ്ങനെ പറയണ്ടായിരുന്നു എന്ന്. പിന്നെന്താ, നാളെ ആവട്ടെ മറുപടി തരാന്ന് പറയണമായിരുന്നോ? എന്നല്ല, ഞാൻ ആ പറഞ്ഞ രീതി അല്പം ക്രൂവലായോ എന്ന്. ഒരു ക്രൂവലും ഇല്ല, അങ്ങനെ തന്നെ വേണ്ടത്. നന്നായി. ഒരു വിദ്യാലയ വർഷം കൂടി കൊഴിഞ്ഞു വീഴുന്നു. വിദ്യാർത്ഥി ജീവിതത്തിന്റെ മധുരോദാരമായ ഒരു ഇതൾ കൂടി വാടി വീഴുന്നു. ഈ കോളേജിനോട് യാത്ര പറഞ്ഞു പോകുന്ന എല്ലാ സീനിയർ വിദ്യാർത്ഥികൾക്കും യാത്രാമംഗളങ്ങൾ നേരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനി ഒരിക്കലും പരസ്പരം കാണുക പോലും ചെയ്യാതെ എന്നേക്കുമായി പിരിഞ്ഞു പോകുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ഇവിടെ ഒത്തുകഴിച്ചിരുന്ന നാളുകളെ പറ്റിയുള്ള മധുര സ്മരണ എന്നും നമ്മളുടെ ഉള്ളിൽ കത്തി നിൽക്കട്ടെ. പിണങ്ങിയും ഇണങ്ങിയും ചിലവിട്ട ഈ ദിവസങ്ങളുടെ ഓർമ്മ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും അയവിറക്കാതിരിക്കാൻ കടന്നു പോകുന്ന ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കടന്നു പോകുന്നവരെ നിങ്ങളുടെ ജീവിതപാതയിൽ 100 പുഷ്പങ്ങൾ വിരിയട്ടെ. ചിരിയും കരച്ചിലും ഇടകലർന്ന് ഇവിടുത്തെ നാളുകളുടെ സ്മരണ
എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഇനി റോയ് ഒരു പാട്ട് പാടും.